ജീവിതത്തിൽ വിട്ടുമാറാത്ത ഭയം ചിലരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഭയപ്പെടേണ്ട എന്ന് പറയാൻ ആരും അടുത്തില്ലാത്ത സാഹചര്യം. ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ഭയം, ജോലിയെക്കുറിച്ചുള്ള ഭയം. ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നിന്റെ മനസ്സിൽ ഭയം നിന്നോട് സംസാരിക്കുമ്പോൾ ഇന്ന് വചനം നിന്നോട് സംസാരിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എൻ്റെ അടുത്ത് വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എൻ്റെ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ പോകുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ നിലവിളിയെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് വെളിപ്പെടുത്തുന്നത്. ശിഷ്യന്മാരൊരിക്കൽ പടകിൽ യാത്ര ചെയ്യുക. അവരുടെ പടകിന് നേരെ ശക്തമായ കാറ്റ് വെളിപ്പെട്ടു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ആ വെളിപ്പെട്ട കാറ്റ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. 3 യാമങ്ങൾ ഈ പടക് ആടി ഉലഞ്ഞു. എന്നാൽ 4-ാം യാമത്തിൽ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. ഏത് കാറ്റ് അവരെ ഒലച്ചോ ആ കാറ്റുകളെ കാൽക്കീഴിൽ ചവിട്ടി അമർത്തിക്കൊണ്ട് ശിഷ്യന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ യേശു അവരുടെ അരികിലെത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുക, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. എന്താണ് ഇതിനകത്തെ ആത്മീക സന്ദേശം? ഒത്തിരി പേരോട് നിലവിളിക്കുമ്പോൾ നിലവിളിയിൽ നിശബ്ദത മാത്രം ജീവിതത്തിൽ അനുഭവിക്കുന്നവരോട് പറയാം, വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങുന്ന ഒരു യേശുവിനെ ഞാൻ വെളിപ്പെടുത്തുന്നത്. നീ വിളിക്കുമ്പോൾ നിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട, നിന്റെ നെടുവീർപ്പ് അവൻ കാണുന്നു, നിന്റെ ദുഃഖം അവൻ കാണുന്നു, നിന്റെ സങ്കടം അവൻ കാണുന്നു. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തണമേ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള കൃപ കർത്താവ് തരണമേ എന്ന് നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുക, ഭയപ്പെടേണ്ട. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഒത്തിരി പേർ ഞങ്ങളിൽ നിന്ന് അകലം വിടുമ്പോൾ ഞങ്ങളോട് അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് വാക്കു പറഞ്ഞ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ അരികിൽ നിന്ന് അവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ അടുക്കൽ വന്ന് നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു.